വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും നിങ്ങളെ ഓരോരുത്തരെയും വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചന പഠന ചിന്തയോടനുബന്ധിച്ച് ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. അതിനെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠരായ കർത്താവിൻ്റെ ദാസന്മാർ കടന്നു വന്ന ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, നിങ്ങളെ എല്ലാവരെയും ഇന്ന് രാത്രിയിലെയും ദൈവവചന ചിന്തയിലൂടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ഇന്നലെ ചിന്തിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു? ഒരു ചെറിയ പുഞ്ചിരിയോടൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മൾ ദൈവവചനം പഠിക്കുവാനായിട്ടിരിക്കുകയാണല്ലോ. നിങ്ങളാരും മസിൽ പിടിച്ചൊന്നും ഇരിക്കേണ്ട. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തെ ധ്യാനിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തെ നമുക്ക് പൊരുൾ തിരിച്ചു തരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നുകൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ മുന്നറിയിപ്പുകൾ, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പുകളാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അടുത്ത 4ാമത്തെ മുന്നറിയിപ്പിലേക്ക് നമ്മൾ കടന്നു വരുവാനിടയെ തീർന്നു. അവിടെ നമ്മൾ കണ്ടത് വളർച്ച എന്ത് ചെയ്യരുത്, മുരടിക്കരുത് എന്നുള്ളതാണ്. ഈ വരൾച്ച, മുരടിക്കരുത് എന്നുള്ള ഭാഗം നമ്മൾ കാണുന്നത് എബ്രായ ലേഖനം 5ാമത്തെ അധ്യായത്തിലാണ് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. ആ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു, കർത്താവായ യേശു ക്രിസ്തു അഹരോനെക്കാട്ടിലും വലിയവനായ ദൈവമെന്ന് നമ്മൾ കാണുവാനിടയായി തീർന്നു. 5ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചപ്പോൾ അവിടെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഒരു മഹാപുരോഹിതൻ്റെ ക്വാളിഫിക്കേഷൻ, ഒരു ഹൈ പ്രീസ്റ്റിനുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. വേഗത്തിൽ അതിനെ ഒന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുക, എല്ലാ പോയിന്റുകൾ മാത്രം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടങ്ങാൻ താല്പര്യം. 1, മഹാപുരോഹിതൻ മനുഷ്യനായിരിക്കണം. 2, മനുഷ്യനോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനായിരിക്കണം. 3ാമത്തെ, ദൈവത്താൽ എന്ത് ചെയ്യണം, വിളിക്കപ്പെട്ടവനായിരിക്കണം. ഈ 3 യോഗ്യതകളാണ്, ഒരു ക്വാളിഫിക്കേഷൻസ് ആണ് ഒരു ഹൈ പ്രീസ്റ്റിന് വേണ്ടത് എന്ന് എബ്രായ ലേഖനം 5ാം അധ്യായത്തിൽ പറയുക. ഈ 3 ക്വാളിഫിക്കേഷനും കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറ്റുന്നതായിട്ട് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുവാനായിട്ട് ഇടയായിരുന്നു. നമ്മൾ അവസാനിപ്പിച്ചത് ഇങ്ങനായിരുന്നു, അവനായിരുന്നു, യേശു ക്രിസ്തുവാണ് പൂർണ്ണ യാഗമായി തീർന്നത് എന്ന് നമ്മൾ കാണുവാനാണ്. ഹി ബിക്കം എ പെർഫെക്റ്റ് സാക്രിഫൈസ് എന്നുള്ളതാണ് നമ്മൾ ആ വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നത്. ആ കഷ്ടാനുഭവങ്ങളാൽ എന്ത് ചെയ്യണം, അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എന്താണ് തികഞ്ഞത് എന്ന വാക്യം കൊണ്ട് നമ്മൾ അർത്ഥമാക്കിയത് നമ്മൾ മനസ്സിലാക്കുക. ഹിസ് പെർഫെക്ഷൻ വാസ് പ്രൂവ്ഡ് എന്നാണ് നമ്മളവിടെ കാണുവാനാണ്. അവൻ പൂർണ്ണത എന്ത് ചെയ്തു, തെളിയിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തു തികഞ്ഞവനാണെന്ന് പറഞ്ഞ് കഷ്ടതകളിലൂടെ പോയത് കൊണ്ടല്ല യേശു തികഞ്ഞവനായി മാറിയത്. യേശു അല്ലേലും എന്താണ്, തികഞ്ഞവനാണ്. എന്നാൽ കഷ്ടതകളിലൂടെ കടന്നു പോയപ്പോൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആ തികവിനെ എന്ത് ചെയ്തു, പൂർണ്ണതയിലേക്ക്, ആ പെർഫെക്ഷനിലേക്ക് എന്ത് ചെയ്തു, കൊണ്ടുപോകുവാനായിട്ട്. അവിടെ നിന്നുകൊണ്ട് ലേഖകൻ നമ്മളോടും സൂചിപ്പിക്കുന്ന, പ്രത്യേകിച്ച് എബ്രായ വിശ്വാസികളോട് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിന്ന് പീഡനമുണ്ട്, നിങ്ങൾക്കിന്ന് കഷ്ടതയുണ്ട്. ആ പശ്ചാത്തലം നിങ്ങൾ മറന്നു പോകരുത്. ആ കഷ്ടതകളിലൂടെയൊക്കെ നിങ്ങൾ പോകുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ തെളിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പൂർണ്ണരായിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ദൈവസന്നിധി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സ്വഭാവം രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് ആ മുന്നറിയിപ്പിലേക്ക് ഇവിടെ ലേഖകൻ കടന്നു വരുന്നത്. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായി ചിത്രീകരിക്കുമ്പോൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് തെറ്റുപറ്റാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവനെ ആരുടെ ക്രമപ്രകാരമല്ല, അഹരോന്റെ ക്രമപ്രകാരമല്ല, മറിച്ച് ആരുടെ ക്രമപ്രകാരമാ, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് എന്ന് തെളിയിക്കുവാനിടയായി തീർന്നു. ഇത് പറഞ്ഞതിന് ശേഷമാണ് 11ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത മുന്നറിയിപ്പ് പറയുകയാണ്, വളർച്ച എന്ത് ചെയ്ത്, മുരടിക്കരുത്. നമ്മളവിടെ ഇംഗ്ലീഷിലൊക്കെ വായിച്ചാൽ കാണുന്ന പദം എന്ന് പറയുന്നത് ഇമ്മെച്യൂരിറ്റി എന്നുള്ളതും, അല്ലെങ്കിൽ കാണുന്ന മറ്റൊരു പദം എന്ന് പറഞ്ഞ ഡൾനെസ് എന്ന പദമാണ്. ഇമ്മെച്യൂരിറ്റി അല്ലെങ്കിൽ ഡൾനെസ്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇമ്മെച്യൂരിറ്റി ദാറ്റ് സ്റ്റെംസ് ഫ്രം റിജക്റ്റിംഗ് ദ ഫുൾ റെവലേഷൻ. അപ്പം കൃത്യമായ മുഴുവനായ റെവലേഷനെ നമ്മൾ മനസ്സിലാക്കാതിരിക്കുവാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, മന്ദത, ഡൾനെസ് അല്ലെങ്കിൽ ഇമ്മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലേഖകൻ അവിടെ പറയുന്നത് വളർച്ച എന്ത് ചെയ്ത്, മുരടിക്കരുത് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ലേഖകൻ പറയുന്ന വാക്യങ്ങളിലേക്ക് നമുക്ക് കാണാം. 11ാം വാക്യത്തിൽ ലേഖകൻ ഇങ്ങനെ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. അപ്പോൾ ഏതിനെക്കുറിച്ചാണ് ലേഖകൻ പറവാനുണ്ടെന്ന് പറയുന്നത്?
ലേഖകൻ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് മഹാപുരോഹിതത്വത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തുണ്ട് വളരെ പറയാം. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ അദ്ദേഹം അവസാന വാക്യം 8-9 വാക്യങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമാണ്, മൽക്കിസദേക്കിനെ കുറിച്ചാണ് ആര് പറഞ്ഞു വരുന്നത്? ലേഖകൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ലേഖകൻ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തുണ്ട് വളരെ പറവാൻ ഉണ്ട്. ആരെക്കുറിച്ച്? മൽക്കിസദേക്കിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ മഹാപൗരത്വത്തെക്കുറിച്ചും പുരോഹിതനായ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ എനിക്ക് എന്തുണ്ട് പറയാൻ വളരെയുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാകൊണ്ട് ആയി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ എന്താ? അപ്പോൾ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചും അല്ലെങ്കിൽ മൽക്കിസദേക്കിനെ കുറിച്ചൊക്കെ പറയാൻ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ പറഞ്ഞിട്ടൊന്നും എന്തില്ല, ഒരു കാര്യവും. ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എന്തെന്നറിയാമോ? ഇതൊന്നും പറഞ്ഞാലൊന്നും എന്ത് ചെയ്തില്ല. എബ്രായ ലേഖൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരും. മൽക്കിസദേക്കിനെ കുറിച്ച് വാദോരാതെ പുള്ളിയുടെ പറയുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷെ ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു വർഷം എത്രയായി? 38 വർഷം ആയി. കർത്താവായ ദൈവത്തെ അറിഞ്ഞിട്ട് 38 വർഷമാക്കി ആയെങ്കിൽ പോലും ഇപ്പോഴും ആഴമേറിയ ഒന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. അതുകൊണ്ട് ലേഖകൻ പറയുന്നത്, നിങ്ങളുടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ എന്തുള്ളതാ? നിങ്ങൾക്ക് മന്ദതയുള്ളവരാണ്. അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പദം എന്ന് പറയുന്നത് പക്വതയില്ലായ്മയുള്ളവരാണ്. ഇനി അതിന് വേറൊരു അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലോവർ ടു ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ നിങ്ങൾ ആരാ? സ്ലോയാ. അപ്പൊ 3 കാര്യങ്ങളാണ് പറയുന്നത്. ആഴത്തിൽ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്നാ? നിങ്ങൾ 1 മന്ദതയുള്ളവരാ, 2 പക്വത എത്താത്തവരാ, 3-ാമത്തെ കാര്യം പറയുകയാണ് സ്ലോവർ ടു ലേൺ. നിങ്ങൾക്ക് പഠിക്കുവാൻ നിങ്ങൾ ആരാണ്? വളരെ പതുക്കെ അതെന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകുകയുള്ളൂ. എന്താ ലേഖകനോട് പറയുന്നതിന്റെ അർത്ഥം? 38 വർഷമായ ഒരു ദൈവപൈതലിന് അവൻ ഈ സ്വഭാവം ഉണ്ടാകേണ്ട ആവശ്യം ഒരിക്കലും. ഏത് സ്വഭാവം? മന്ദത എന്ന സ്വഭാവം. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഒരു കുഞ്ഞ് അവന് ഓരോ വയസ്സ് മുന്നോട്ടാകുമ്പോൾ സംഭവിക്കേണ്ടത് എന്താ? അവന്റെ ഫിസിക്കലായ വളർച്ച എന്ത് ചെയ്യണം? അതുണ്ടായില്ലെങ്കിൽ അതിന് സംഭവിക്കുന്നത് എന്താ? മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമോ. പിന്നെ നമ്മൾ ചെയ്യാവുന്ന എല്ലാം എന്ത് ചെയ്യും? എന്താ കാരണം? അവന്റെ പ്രായത്തിനൊത്ത എന്തില്ല. ഇതേ കാര്യം ദൈവമക്കളോടും പറയുന്നത്. നോക്കിയാൽ വർഷങ്ങളുടെ പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നും എന്ത് ചെയ്യുന്നില്ല, വളർച്ചയില്ല. മുന്നോട്ട് കാലം പോകുന്നുണ്ട്, ആത്മീയമായിട്ട് എങ്ങോട്ടാ പോകുന്നേ? സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ഇന്ന് രാത്രി ശാന്തമായി നിങ്ങളും ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ആത്മീകം മുന്നോട്ടാണോ പോകുന്നത്? ആത്മീകം പുറകോട്ടാണോ? കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്നും കൂടെ അടുക്കുവാണോ ചെയ്യുന്നത്? അതോ നമ്മൾ പുറകോട്ട് പോവുകയാണോ? ഇത് കാര്യം ലേഖകൻ പറയുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ലേഖകൻ പറയുകയാണ്, പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്കറിയാം. ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും, നമ്മൾ അതും കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ തൃപ്തി അടഞ്ഞിട്ട് മുന്നോട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട. നിങ്ങളും ശ്രദ്ധിച്ചു നോക്കിക്കേ, രക്ഷിക്കപ്പെട്ട നാളിലെ പ്രാർത്ഥനാനുഭവം ഇന്നുണ്ടോ? സ്തോത്രം. രക്ഷിക്കപ്പെട്ട നാളിലെ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ആ തീഷ്ണത ഇന്ന് നമുക്കുണ്ടോ? നേരത്തെ 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചവർ 1/2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞ് കുറച്ചിട്ടതാ. നമുക്ക് തീഷ്ണതയുണ്ടോ? പക്ഷെ വർഷം നോക്കിക്കേ, നമ്മുടെ ബൈബിളിലൊക്കെ കാണും, ഇന്ന വർഷം ഞാൻ ആരെ അറിഞ്ഞു? കർത്താവിനെ. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എഴുതിയിടാറുണ്ട്. വർഷം നോക്കിക്കേ, 10 ആയി 20 ആയി 30 ആയി 40 ആയി വർഷങ്ങളുടെ എണ്ണം
പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിലോ? നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതേ അർത്ഥത്തിലാണ് ലേഖകൻ പറയുന്നത്. ബേസിക് ആയ എലമെന്ററി ആയ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. ഇതും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, അന്ന് ലഭിച്ചൊരു അന്യഭാഷയുണ്ട്, ഇന്നും അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇന്നും അതുകൊണ്ട് എന്ത് ചെയ്യുക? സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കുക. അന്നും 2 വാക്ക് പ്രാർത്ഥിക്കുമായിരുന്നു, ഇന്നും എന്ത് ചെയ്യും? 2 വാക്ക് തന്നെ. ചിലപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച ഒരു പ്രാർത്ഥനാ രീതികളൊക്കെ നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ലേഖകനോട് പറയുക, നമുക്ക് എന്താ സംഭവിച്ചത്? വന്നത് എന്ത് ചെയ്തു? സംഭവിച്ചു. അതുകൊണ്ട് ലേഖകൻ പറയുന്ന പ്രധാനപ്പെട്ട കാരണം, ആഴമേറിയ കാര്യങ്ങളൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഇതെന്നാ പറഞ്ഞാലും എന്ത് ചെയ്യുന്നില്ല? നിങ്ങളുടെ അകത്തോട്ട് എന്ത് ചെയ്യുന്നില്ല? ഇനി ഈ മന്ദതയുണ്ടെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അതാണ് താൻ ഇവിടെ 11 വാക്യങ്ങൾ പറഞ്ഞു വരുന്നത്. ഈ മന്ദത ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗ്രഹണശക്തി കുറയ്ക്കും. നിങ്ങൾ 11 വാക്യം മുതൽ വായിച്ചാൽ കാണുന്ന കാര്യമാണ്. മന്ദതയുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം ഗ്രഹണശക്തി എന്ത് ചെയ്യും? ഡൾനെസ് പ്രിവെന്റ്സ് അണ്ടർസ്റ്റാൻഡിങ്. അതാണ് 11 വാക്യത്തിൽ പറയുന്നത്. ഇവിടെ നോക്കിയാൽ ലേഖകൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതിനു മുൻപുള്ള അധ്യായങ്ങളൊക്കെ നോക്കിയാൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്, ലേഖകൻ പറയുക, പഴയ കവനന്റിനെ കുറിച്ച്, ടെമ്പിളിനെ കുറിച്ച്, പ്രീസ്റ്റ്ഹുഡിനെ പറ്റി, തിരശ്ശീലയെ പറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ലേഖകൻ പറഞ്ഞിട്ട് പറയുക, ഇതെല്ലാം ഷാഡോയ. ഇന്നൊരു സബ്സ്റ്റൻസ് ആയ ഒരുവൻ നിങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഇതൊക്കെ പിക്ചറാ. ഏത്? ഈ തിരശ്ശീല, ടെമ്പിൾ, സാക്രിഫൈസ്, ഇതൊക്കെ ഒരു പിക്ചറാ. ഒരു റിയാലിറ്റി നിങ്ങളുടെ മുൻപിൽ എന്തുണ്ട്? ഈ പിക്ചറൊക്കെ എന്തിലേക്കാ നയിച്ചത്? ആ റിയാലിറ്റിയിലേക്കാ. അന്ന് ആ ജനം ആ പിക്ചറിൽ നോക്കി, അല്ലെങ്കിൽ അതിൽ നോക്കി ആരെ കണ്ടത്? എന്നാൽ പുതിയ നിയമ ഇസ്രായേൽ ദൈവജനത്തിന് ഒരു ഭാഗ്യമുണ്ടായി. ഈ പിക്ചർ എല്ലാം മാറി റിയാലിറ്റി എവിടെ വന്നു? നിങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യുക? ക്രിസ്തു എന്ന സബ്സ്റ്റൻസ് നിങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യുക? ഇതുണ്ടെങ്കിലും നോട്ടം അതിലല്ല, നോട്ടം എങ്ങോട്ടാ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഈ റിയാലിറ്റി നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വരച്ചു കാട്ടിയിരിക്കുക. ഇത് വരച്ചു കാട്ടുമ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് എവിടെ കണ്ടാ മതി? ഞങ്ങൾക്ക് പഴയ കണ്ടാ മതി. ഇതാ ലേഖകൻ ഇവിടെ പറയുന്ന കാര്യം. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ബുക്കിനകത്ത് ബോളിന്റെ പടം കാണിച്ചിട്ട് പറയും, എന്തെന്ന് പറയും? ബോള്. ബാറ്റിന്റെ പടം കാണിച്ചിട്ട് എന്ത് പറയും? അപ്പൊ പിക്ചേഴ്സ് ആർക്കാ? ഇറ്റ്സ് ഫോർ ബേബീസ്. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ബോൾ അവിടെ റിയൽ ആയിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ പറയുക, മോനെ ഓടി വാ, ആ പിക്ചർ എടുത്തോണ്ട് വന്നിട്ട് കാണിക്കുമോ? ഇതാ ബോൾ എന്ന് കാണിക്കുമോ? മറിച്ച് നിങ്ങൾ എന്താ കാണിക്കുന്നത്? ആ റിയൽ ആയിട്ടുള്ള. അപ്പൊ പിക്ചേഴ്സ് ആർക്കാ വേണ്ടത്? ഇതേ കാര്യമല്ല ലേഖകനോട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു എന്ന റിയാലിറ്റി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോഴും, അത് നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടിയിട്ടും അതിനെ ഗ്രഹിക്കാൻ എന്ത് ചെയ്യുന്നില്ല? ഇപ്പോഴും നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോഴും നമുക്ക് വേണ്ട തിരശ്ശീല, ഇപ്പോഴും നമുക്ക് വേണ്ടത് സമാഗമന കൂടാരം, ഇപ്പോഴും നമുക്ക് വേണ്ട പഴയ മതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്ത് വേണം? എന്തുകൊണ്ട് ലേഖകൻ അങ്ങനെ പറയുന്നത് അറിയാമോ? നിങ്ങൾക്കിതെല്ലാം ഉണ്ടായിട്ടും ഇതിനെയൊക്കെ ഫുൾഫിൽ ചെയ്ത കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്നാലും ആ കർത്താവിന്റെ പൂർണ്ണമായ വെളിപ്പാട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വളർച്ചയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ ദൈവമക്കളെ ലേഖകനോട് പറയാൻ കഴിയുന്നത്?
യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഫുൾ റെവലേഷൻ നമുക്കുണ്ടായിട്ടില്ല എങ്കിൽ വർഷമല്ല നമ്മുടെ പ്രശ്നം. വർഷങ്ങളുടെ മെമ്പർഷിപ്പ് ഒക്കെ കാണും, പക്ഷെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമുക്ക് എന്തില്ല. സ്തോത്രം, സ്തോത്രം. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തോട് മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കുന്നതല്ല. സുവിശേഷം എന്ന് പറഞ്ഞത് ഗോസ്പൽ പ്ലസ് നത്തിങ്. അതെന്ന് പറഞ്ഞാൽ ജീസസ് പ്ലസ് നത്തിങ് എന്ന് പറഞ്ഞാൽ യേശുവിന് അപ്പുറത്തോട്ട് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ലേഖകൻ എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ അകത്തൊരു വെളിപ്പാട് ഉണ്ടായേ പറ്റൂ. അതാരെ കുറിച്ചുള്ള വെളിപ്പാടാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടാകണം. പ്രൈസലോ. ഈ വെളിപ്പാടൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും പല പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ പുറകോട്ട് തിരിയുന്നതിന്റെ കാര്യം ഒന്നറിയോ? ഈ വെളിപ്പാടിന്റെ പൂർണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം വളർച്ച നമുക്ക് എന്ത് ചെയ്തിട്ടില്ല. ഗ്രഹണശക്തി കുറയ്ക്കുക, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യുക. അതിനെ ഒന്നും കൂടെ പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നോയിങ് എന്ന പദത്തിലൂടെ താൻ പറയുന്നത് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസിങ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ നമുക്ക് എക്സ്പീരിയൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ബാധിച്ചെന്നാ? മന്ദത, ഡൾനെസ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ ദൈവമക്കളെ, ആ യേശുവിനെ ആഴത്തിലൊന്ന് അറിയാൻ, സ്തോത്രം, നമ്മുടെ ആഗ്രഹം അതായി മാറണം. യേശുവിനെ ആഴത്തിലൊന്ന് അറിയാൻ, ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്ത് പറയാം, യേശുവിനെ ആഴത്തിലൊന്ന് അനുഭവിക്കാൻ, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴമെന്തെന്ന് അറിയാൻ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ പറയുമ്പോൾ എൻ്റെ ആത്മാവിലെ സന്തോഷിച്ചാണ് പറയുന്നത്. ആ സ്നേഹത്തിന്റെ ആഴമെന്തെന്ന് അറിയാൻ നമുക്ക് കഴിയാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. സ്തോത്രം. എൻ്റെ പൊന്നു ദൈവമക്കളെ, നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഈ പൗലോസൊക്കെ പുറകോട്ട് മാറി പോകാഞ്ഞതിന് ഒരൊറ്റ കാരണം ഞാനിവിടെ പറഞ്ഞതാ. ഈ വെളിപ്പാട് എവിടെ കയറിയോണ്ടാ? ഈ ആഴമേറിയ വെളിപ്പാട് എവിടെ കയറിയോണ്ടാ? സ്തോത്രം. ഈ മനുഷ്യനെ പറ്റി ഞാൻ വിവരിക്കുന്നില്ല. ഈ മനുഷ്യൻ ഇത്രയും കാണാനൊന്നും ഒരു സൗന്ദര്യം ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു പറയുന്നത്. ശരീരം കൊണ്ട് വളരെ വീക്ക. പക്ഷെ വിദ്യാഭ്യാസം കൊണ്ടും കുലമഹിമ കൊണ്ടൊക്കെ ഭയങ്കര ശ്രേഷ്ഠനായ വ്യക്തിയാ. താൻ ഇതെല്ലാം റബ്ബിഷായിട്ട് കണ്ടതിന്റെ ഒരു ഒറ്റ കാര്യം എന്ന് പറയുന്നത് അകത്തെ ഒറ്റ വെളിപ്പാടാണ്. ആ വെളിപ്പാട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥന, ദൈവമേ അതിന്റെ ആഴം എന്താണെന്നറിയാം. ആ യേശുവിനെ ആഴമായി അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി അതിലേക്ക് എന്നെ നയിക്കണമെന്ന് എത്ര ദൈവസേന പ്രാർത്ഥിക്കും. സ്തോത്രം. ഈ ക്രിസ്തുവിനെ ആഴമായി അറിഞ്ഞ ഒരൊറ്റ ഒരാളും ഈ യേശുവിനെ വിട്ടുപോയിട്ടില്ല. ഈ യേശുവിനെ വിട്ടുപോകത്തില്ല. കാരണം ഇതുപോലൊരു ശ്രേഷ്ഠൻ എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ വേറൊരുവനില്ല. ഇവനെപ്പോലൊരു മഹാൻ വേറൊരുവനില്ല. ഇവനെപ്പോലെ കമ്പയർ ചെയ്യാൻ കഴിയുന്ന വേറൊരുത്തനില്ല. അവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയും. അപ്പോൾ ഗ്രഹണശക്തി നമുക്ക് കുറഞ്ഞാൽ സംഭവിക്കുന്ന ഓർത്തോണം, നമുക്കെന്തുണ്ട്? മന്ദത. ഇനി നിങ്ങൾ ഈ മന്ദതയ്ക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, അത് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ പദമാണ്. ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് നോത്രോസ് എന്ന പദം. നോത്രോസ് ഒന്ന് ചേർന്ന് പറഞ്ഞ്, നോത്രോസ്. ഈ നോത്രോസ് എന്ന പദം രണ്ട് ഭാഷയിൽ നിന്നാണ് കടന്നു വന്നത്. ഒന്നാമത്തെ പദമാണ് നോ, രണ്ടാമത്തെ പദമാണ് ത്രോസ്. നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാലോ അതിന്റെ അർത്ഥം എന്താ. ത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം പുഷ് എന്ന. അപ്പൊ നോത്രോസ് എന്ന് പറഞ്ഞാൽ നോ പുഷ്. അപ്പൊ നോ പുഷ്, അതിനെ വിളിക്കുന്ന പേര് എന്തെന്ന് പറയുന്നത് മന്ദത. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ലേഖൻ പറഞ്ഞറിയാമോ? ചിലർക്ക് ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ ഒരു ചെറിയ പുഷ് എന്ത് ചെയ്യണം? ഒരു പുഷ്
ദൈവസന്നിധി വരും, ദൈവദിനം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാണ്ടല്ലോ, ഒരു കുലുക്കവും നമുക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മെ പുഷ് ചെയ്യുന്ന ചിലത് അങ്ങോട്ട് ചെന്നാൽ നമ്മൾ ആക്റ്റീവ് ആവും. ഞാനതിനെ ഇങ്ങനെ അങ്ങ് പറയാം. ആഴത്തിൽ ദൈവവചനം പറയുമ്പോൾ നമുക്കൊന്നും എന്ത് ചെയ്യത്തില്ല, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം ഇത് നമ്മെ എന്ത് ചെയ്യുന്നില്ല, പുഷ് ചെയ്യുന്നില്ല. ആ സമയത്ത് അവിടെ ഒരു ജോക്ക് അങ്ങോട്ട് ക്രാക്ക് ചെയ്യാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ എന്താ പ്രശ്നം? എന്താ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് എന്തില്ല? സ്തോത്രം. എന്നാൽ കഥത്തമാശയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ എന്ത് ചെയ്യും? സ്തോത്രം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമുക്ക് പാട്ടുമില്ല, പ്രാർത്ഥനയില്ല. ഇതിനെ പുറത്തോട്ടിറങ്ങിയാലോ? എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ഇതിന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? നിങ്ങൾ ചിരിക്കുന്നെങ്കിലും ഞാൻ തമാശയായിട്ടല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ചിരിക്കാൻ തന്നെ ചിരിച്ചു തന്നെ എടുത്തോ, പക്ഷെ ഇന്ന് രാത്രി അകത്ത് കയറണം. ഇതിന്റെ പുറകിലുള്ള പ്രശ്നം എന്നാണെന്നറിയാമോ? ദൈവസന്നിധി സന്തോഷിക്കാൻ കഴിയുന്നില്ലെന്ന് അതിന്റെ അർത്ഥം. അതിന്റെ കാര്യം എന്നാ? കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് എവിടെ ഇല്ല. കള്ളവിശ്വാസിയുടെ കാര്യമല്ല പറഞ്ഞു. യഥാർത്ഥ വിശ്വാസിയുടെ പ്രത്യേകത എന്നറിയാമോ? അവന്റെ സന്തോഷം ദൈവസന്നിധിയാ. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സന്തോഷം എന്ന് പറയുന്നത് ദൈവസന്നിധിയാ. ദൈവസന്നിധി ഇരുന്ന പ്രാർത്ഥനയും ആരാധനയും വചനം കേൾക്കും സന്തോഷിക്കുന്ന യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ആ സന്തോഷമില്ലാത്ത ഒരാൾ യഥാർത്ഥ വിശ്വാസി അല്ലെന്നേ. കാരണം അവനെ പുഷ് ചെയ്യുന്ന വേറെ പലതുമാ. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ മന്ദത മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നമുക്ക് ക്രിസ്തുവിൽ സന്തോഷിക്കാൻ കഴിയണം. ഞാൻ ഈ പൗലോസിന്റെ കാര്യം വീണ്ടും വീണ്ടും പറയുന്നതിന് പല കാര്യങ്ങളുണ്ട്. ഫിലിപ്പിയ ലേഖനം നിങ്ങൾ വായിക്കാൻ പൗലോസ് പറയുന്നവര് എനിക്ക് ആരെ നേടണം. ഇംഗ്ലീഷിൽ വായിക്കുന്ന ഫോർ ഐ വോണ്ട് ടു നോ ക്രൈസ്റ്റ്, എനിക്ക് ആരെ അറിയണം. എവിടെ കിടന്ന് ഈ പറയുന്നത് അറിയോ? കാരാഗ്രഹത്തിൽ കിടന്ന്, കാരാഗ്രഹത്തിന്റെ അടുത്തിട്ട് കടന്നുകൊണ്ട് താൻ പറയുക എനിക്ക് ആരെ നേടണം. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ 16 പ്രാവശ്യം പറയുന്ന ഒരു പദമുണ്ട്. എന്തെന്നറിയാമോ? സന്തോഷിപ്പീൻ. ഇതിങ്ങോട്ട് ഒന്ന് മാറി ഒരു സ്റ്റെപ്പ് അടുക്കുന്ന പോലെ തന്നെ അടുക്കി കൊണ്ട് വന്നിട്ട് 3-ാം അധ്യായത്തിൽ പറയും നിങ്ങൾ സന്തോഷിക്കേണ്ടത് ആരില്ല? കർത്താവിൽ. എന്ത് ചെയ്യണം? ആരില്ല സന്തോഷിക്കേണ്ടത്? അപ്പൊ പൗലോസ് പറയാ, കാരാഗ്രഹമാണെങ്കിലും ശരി, ജീവിതത്തിന്റെ ഏത് സാഹചര്യമാണെങ്കിലും ശരി, എന്നെ പുഷ് ചെയ്യുന്ന ഒന്നുണ്ട്. എന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ഒന്നാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. കുവൈറ്റിലുള്ള ദൈവസഭയെ നമ്മെ പുഷ് ചെയ്യുന്നത് കർത്താവാണോ, അതോ നമ്മെ പുഷ് ചെയ്യുന്ന ഇന്ന് രാത്രി ജോക്കാണോ? നമ്മെ പുഷ് ചെയ്യുന്ന കർത്താവാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ? കർത്താവ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ മന്ദതയുണ്ട് എന്നുള്ളതാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് ചോദിക്കാമോ? ദൈവമേ, കർത്താവിന്റെ സന്നിധി വരുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്കൊരു പുഷ് അവിടുന്ന് കിട്ടുന്നുണ്ടോ? എന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് അങ്ങാണോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറ, ദൈവമേ എന്നെ അങ്ങിലേക്കൊന്ന് മടക്കി വരുത്തണമേ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ആ പുഷ് അങ്ങാകണം. ഈ കാരാഗ്രഹത്തിൽ കടന്ന് പൗലോസ് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഇത്രയെല്ലാം കഷ്ടത്തിലൂടെ പോകുമ്പോഴും താൻ പറയുക എനിക്ക് ആരെ അറിയണം. ആരാ ദൈവമക്കളെ പൗലോസ്? ഞാനിവിടെ പറഞ്ഞതാ. ആരെ പൗലോസ്? ദൈവത്തെ കുറിച്ച് പറയുന്നത് വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം എന്ത് ചെയ്താ? അപ്പൊ വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം എന്ത് നൽകി? അടുത്ത കാര്യം നോക്കിയേ, പറയുക ഞാൻ എന്റെ ശരീരം കൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എവിടത്തോളം എടുക്കപ്പെട്ടവനാ. ആ ഇത്രയും വെളിപ്പാടുള്ള ഒരു മനുഷ്യൻ വീണ്ടും പറയുക എനിക്ക് ആരെ അറിയണം, എനിക്ക് ആരെ നേടണം, ക്രിസ്തുവിനെ നേടണം. ഇന്ന് രാത്രി ദൈവമക്കളെ 2 അന്യഭാഷയും കൊണ്ട് ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചതെന്നാ പറഞ്ഞതിനർത്ഥം. ഇറങ്ങിയ നാളിലെ പ്രാർത്ഥനാവനും കൊണ്ട് ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓരോ ദിവസവും നാം ദൈവസന്നിധി പുതുക്കമുള്ളവരായി മാറണം. ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ എൻജോയ് ചെയ്യുന്നവരായി മാറണം.
ഹല്ലേലൂയ. ഞാനൊരു കാര്യം ദൈവത്തിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. നമുക്ക് ഇതിനകത്ത് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മന്ദത വെളിപ്പെട്ടെന്നുള്ളതിൻ്റെ അർത്ഥം. മന്ദതയുണ്ടായി. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല, പക്ഷെ നിങ്ങളെ നന്നായി എറിയുന്ന ദൈവസന്നിധി നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങളെ നന്നായി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ദൈവസന്നിധി നിങ്ങൾ ഇരിക്കുന്നത്. ആ ദൈവത്തിന് നന്നായി അറിയാം കേട്ടോ. നമ്മുടെ സൂപ്പർഫിഷ്യലായ പെരിഫറലായ ആത്മീകമല്ല ദൈവത്തിന് വേണ്ടത്. ഞാൻ ആത്മാർത്ഥമായി ഒന്നും കൂടെ അടിവരയിട്ട് പറയാം, നമ്മുടെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന, ഹല്ലേലൂയ, സകലതും നഗ്നതും വലതുമായി കിടക്കുന്ന അവനോടല്ലോ നമുക്ക് കാര്യമുണ്ടെന്ന് അരുളി ചെയ്ത ആ നഗ്ന നേത്രത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്ക്, ദൈവമേ, ഞാൻ അങ്ങിൽ സന്തോഷിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? സ്തോത്രം. ഇല്ല എങ്കിൽ ഈ ബൈബിൾ ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരമായി മാറണം. ഹല്ലേലൂയ. നമ്മൾ ഘോരം പ്രസംഗിക്കാറുണ്ട്, കർത്താവിന്റെ വരവെടുത്തു, ഞാൻ സ്വർഗരാജ്യത്തിൽ കാണും. പക്ഷേ ഇന്ന് രാത്രി മന്ദതയുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, സ്വർഗരാജ്യം നമുക്കുള്ളതല്ല. കർത്താവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ ഘോരമായി പ്രസംഗിക്കുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്, കർത്താവേ, ആ വരവെങ്കിൽ ഞാൻ കാണുമോ എന്നുള്ളതാ ചോദ്യം. സ്തോത്രം. അതാ ഇന്നത്തെ രാത്രിയിലെ ചോദ്യം. അതുകൊണ്ട് ദൈവജനത്തോട് ഇവിടെ ലേഖകൻ പറയുക, നിങ്ങൾ എന്തുള്ളവരായി മാറരുത്, മന്ദതയുള്ളവരായി മാറുക. അപ്പൊ ഒന്ന്, മന്ദത എന്ത് കുറയ്ക്കും എന്നറിയാമോ? നമ്മുടെ ഗ്രഹണ ശക്തി എന്ത് ചെയ്യും? ഡൾനെസ് പ്രിവെന്റ്സ് ദി അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത്തെ കാര്യം നോക്കിയേ, അവിടെ നമ്മൾ കാണുന്ന അടുത്ത 12-ാം വാക്യത്തിലാണ് ഡൾനെസ് എന്ത് ചെയ്യുന്നറിയാമോ? പ്രിവെന്റ്സ് ദ പ്രോഗ്രസ്. മാന്യത പുരോഗതി എന്ത് ചെയ്യും? ഇല്ലാതെ ആക്കും. ഡൾനെസ് പ്രിവെന്റ്സ് ദ പ്രോഗ്രസ്. മാന്യത പുരോഗതി ഇല്ലാതാക്കും. 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 12-13 വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നത്, കാലം നോക്കിയാൽ ഇപ്പോൾ ആരാകേണ്ട സമയം കഴിഞ്ഞു. ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും എന്ത് ചെയ്തിരിക്കുക? ഉപദേശത്തിന് ആവശ്യമായിരിക്കുന്നു. അടുത്ത വാക്യം നോക്കണേ, കട്ടിയായുള്ള ആഹാരമല്ല പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. 13-ാം വാക്യം നോക്കിയേ, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ആരാകുന്നു? ശിശുവല്ലോ. അപ്പൊ രണ്ടാമത്തെ മന്ദത വന്നാൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അത് നമ്മുടെ എന്ത് കുറയ്ക്കും? നമ്മുടെ പുരോഗതി എത്തിയും. ഇവിടെ ലേഖൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ കഴിക്കേണ്ടത് എന്താ? കട്ടിയുള്ള, അതിന് താൻ ഉപയോഗിച്ച പദമാണ് കാലം നോക്കിയാൽ നിങ്ങൾ ആരാകേണ്ട സമയം കഴിഞ്ഞു. എന്താ ഈ കാലം നോക്കിയാൽ എന്ന് പറയുന്നത്? എബ്രായ വിശ്വാസികളുടെ ചരിത്രത്തെ പറയുക. എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്? 35 മുതൽ 38 വർഷം വരെയായി നിങ്ങൾ എന്ത്? കർത്താവായ യേശുവിനെ. അപ്പോൾ ആ കാലം നോക്കിയാൽ നിങ്ങൾ ആരാകേണ്ട സമയം കഴിഞ്ഞു. മറ്റുള്ളവരെ നന്നായി ഉപദേശിക്കേണ്ട സമയമായി. പക്ഷേ ഇന്നും നിങ്ങൾ എന്താ കുടിക്കുന്നത്? ഇതിനകത്ത് നല്ലൊരു ഭാഷ എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ, യു ഹാവ് ബിക്കം കിഡ്സ് എന്ന. അപ്പൊ നിങ്ങൾ മനസ്സിലായി, യു ഹാവ് ബിക്കം. നിങ്ങൾ അങ്ങനായി എന്ത് ചെയ്താ? മാറിയതാ. കാലം നോക്കിയാൽ നിങ്ങളിപ്പോ ആരല്ല. കാലം നോക്കിയാൽ നിങ്ങൾ ആരല്ല. ശിശുക്കൾ, നിങ്ങൾ ആരാകേണ്ട സമയമായി. പക്ഷെ നിങ്ങൾ ആരായി മാറി. അപ്പൊ ഇത് ആരുടെ പ്രശ്നമാ? വളരെ വ്യക്തമായി ഇവിടെ ലേഖൻ പറയുക. എന്ന് നോക്കണമേ, ഇവിടെ ലേഖൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി നോക്കണം. നിങ്ങൾ വളരും തോറും നിങ്ങൾക്ക് വേണ്ടത് കട്ടിയായിട്ടുള്ള ആഹാരങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത്. ഇനി നോക്കിയേ, ഒരു ശിശുവിൻ്റെയും ഒരു കുഞ്ഞിൻ്റെയും ഒരു മുതിർന്ന ആളുടെയും തമ്മിൽ വ്യത്യാസം എന്താ? ശിശുവിന് വേണ്ടത് പാല. ഒരു മുതിർന്നയാള് പാല് എൻജോയ് ചെയ്യും, പക്ഷെ പാലല്ല അവൻ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ആ പറഞ്ഞ മനസ്സിലായോ? ശിശുവിന് എന്താ വേണ്ടത്? പാല. എന്നാൽ മുതിർന്ന ആൾക്ക് പാൽ എന്ത് ചെയ്യും? എൻജോയ് ചെയ്യും, പക്ഷെ അതല്ല എന്ത് ചെയ്യേണ്ടത്. ആഹാരം എന്താ? കട്ടിയായിട്ടുള്ള. പക്ഷെ ലേഖനോട് പറയുകയാണ്,
നിങ്ങൾ ഇന്നും കുടിക്കുന്നത് എന്താ? ഇവിടെ ലേഖകൻ പറഞ്ഞത്, കട്ടിയായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ തൊണ്ടയ്ക്ക് എന്ത് ചെയ്യുക? കുടുങ്ങുക. ഈ കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് ദൈവവചനത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആഴമേറിയ ദൈവവചന ചിന്ത പറയുമ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ദഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതിന്റെ അർത്ഥം എന്തെന്നാ? മന്ദതയുണ്ടെന്നേ. മന്ദത. ഇത് എൻ്റെ ഭാഷയൊന്നുമില്ല, അവിടെ നിങ്ങൾ നോക്കിയാൽ മതി. താഴോട്ട് താൻ ഇങ്ങോട്ട് വിറഞ്ഞു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആത്മീയ ലോകത്തിന് ഇന്ന് പറ്റിയൊരു അവസ്ഥയാണ് താൻ പറയുന്നത്. എല്ലാവർക്കും വേണ്ടത് എന്താ? പാല. ദൈവം ഇപ്പം വിടുവിക്കുന്നു കേട്ട നമുക്കെല്ലാം ഇതാ പാല്. ഇപ്പം നിന്നെ സൗഖ്യമാക്കുന്നവനാന്ന് കേട്ടാൽ ഞാനിത് വേണ്ടെന്ന് പറഞ്ഞില്ല, ഇതെന്ത് ചെയ്യും? എന്നാൽ ഇങ്ങനൊരു കാര്യത്തിലേക്ക് വരും നമുക്കിത് എന്ത് ചെയ്യത്തില്ല. നിങ്ങളുടെ മുഖം നോക്കി എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്കിതെന്ത് ചെയ്യുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? ഭയങ്കര ബോറായിരുന്നു. കാരണം എനിക്കൊന്നും ദഹിക്കുന്നില്ല. ആത്മീയ ലോകം വേറൊരു രീതിയിലേക്ക് പാല് കൊടുത്ത് അങ്ങ് ജീവിപ്പിക്കുക എല്ലാവരെയും. പാല് കൊടുത്ത് അപ്പൊ ഇങ്ങോട്ട് വന്നോളൂല്ലോ. ഇത് കേൾക്കാനും നമുക്ക് വളരെ ഇൻട്രസ്റ്റാ. കർത്താവ് വിടുവിക്കുന്നേ, കർത്താവ് സൗഖ്യമാക്കുന്നേ, കർത്താവ് അനുഗ്രഹിക്കുന്നേ. പക്ഷെ ഇത് മാത്രമല്ല, ഇത് മാത്രമല്ല ദൈവവചനം. ദൈവവചനം എന്തിനു വേണ്ടിയാ? നമ്മെ ഗുണീകരിക്കാൻ വേണ്ടിയാ. നീതിയുള്ള പാതയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയാ? നീതിയുള്ള പാതയിൽ നടത്തുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഡോക്ട്രിൻസും കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് ദഹിക്കത്തില്ല. നമുക്ക് ആരാധന പോകും, നമുക്ക് സ്തോത്രം പോകും. ഇതൊക്കെ എന്തിൻ്റെ സിമ്പലാണെന്നറിയാമോ? എന്തുള്ളതിൻ്റെ? മന്ദതയുള്ളതിൻ്റെ സ്തോത്രം. ഇവിടെ ലേഖകൻ പറയുന്നൊരു വാചകം നോക്കിക്കുക നിങ്ങൾ. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയം. അപ്പൊ നമുക്കെല്ലാം കുടിക്കാൻ എന്താ ഇഷ്ടം? പാല. നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ബൈബിൾ നോക്കിയാൽ മുഴുന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനമാണ്. കാരണം നമുക്ക് വായിക്കാൻ എന്തുമാത്രം ഇഷ്ടമുള്ളൂ. സങ്കീർത്തനം വായിക്കാൻ തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. സങ്കീർത്തനം വായിക്കാൻ നമുക്ക് മറ്റു ഭാഗങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഗ്രഹിക്കത്തില്ല. നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്നറിയോ? നമ്മൾ ഇന്നും വന്നതിൽ എന്ത് ചെയ്യുക, കിടക്കുക. അതുകൊണ്ട് എൻ്റെ പൊന്നു ദൈവമക്കളെ, ഇവിടെ ലേഖകൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? കട്ടിയുള്ള ആഹാരം എന്ത് ചെയ്യണം? ഇപ്പോഴും നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീതിയുടെ വചനത്തിൽ നമുക്ക് എന്തില്ല. അതുകൊണ്ട് ലേഖകൻ, അവൻ ശിശുവല്ലോ. സ്തോത്രം. നമ്മൾ ആത്മീയമായി വളർന്നില്ല എങ്കിൽ ദൈവം രീതിയിലേക്ക് നമ്മൾ എത്തുമോ? ഗിരിപ്രഭാഷണം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ആത്മാവിൽ എന്തോ ദരിദ്രരായവർ. അടുത്ത പദം എന്തുവാ? അപ്പൊ സ്വർഗരാജ്യം ആർക്കാ ഉള്ളത്? എന്താ ഈ ആത്മാവിലെ ദാരിദ്ര്യം? എന്താ ആത്മാവിലെ ദാരിദ്ര്യം? കർത്താവിനെ ഒന്നും കൂടെ അറിയാനുള്ള എന്ന് പറഞ്ഞാൽ എത്ര കേട്ടാലും നമ്മൾ കർത്താവെ ഒന്നും ആയിട്ടില്ല എന്ന് പിന്നെ ആരെ അറിയണം? ആ ഒരു ദാരിദ്ര്യമുള്ളവർ എവിടെ കിടക്കുന്നത്? സ്തോത്രം, 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 സ്തോത്രം. ഇപ്പം തന്നെ ഇതിന്റെ അന്തരീക്ഷം മാറിയുണ്ടില്ലേ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. കാരണം നമുക്കിതെന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഗ്രഹിക്കാൻ. ഞാൻ ഒന്നും കൂടെ ചേർത്ത് പറയാം, നമ്മുടെ കർണ രസങ്ങളായ അല്ലെങ്കിൽ ചെവിക്ക് കേൾക്കാൻ പറ്റിയ സന്ദേശമല്ല ഇത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
എന്റെ പൊന്നു ദൈവമക്കളെ, അത് തന്നെ ലേഖനോട് പറയുന്നത്. നമുക്കത് ചെയ്യാൻ ഗ്രഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്തായി മാറിയേക്കുക? നമ്മൾ ശിശുക്കളാ. നമ്മൾ വളർന്നേ പറ്റൂ. നമ്മൾ വളർന്നേ പറ്റൂ. ക്രിസ്തുവെന്ന തലയോളം എന്ത് ചെയ്യണം? വളർച്ചയില്ലാതെ മുന്നോട്ട് പോയാൽ ആത്മീയ ജീവിതം ജയജീവിതമാകത്തില്ല. അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തൊരു കാര്യം പറയാം. ആത്മീയ ജീവിതം ജയജീവിതമാകുന്നില്ല എങ്കിൽ എന്തും കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ തീരുമാനം എടുത്ത് നിങ്ങൾ തന്നെ ചോദ്യം, നമ്മൾ മുന്നോട്ട് വളരണോ വേണ്ടയോ എന്നുള്ളത്. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ അതുകൊണ്ട് ദൈവജനത്തോട് ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം പറഞ്ഞത്, ദൈവം അനുഗ്രഹിക്കുന്നു മാത്രം പറയുമ്പോഴല്ല നമ്മൾ സ്തോത്രം പറയേണ്ടത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്തോത്രം പറയണം. സ്തോത്രം. ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ആരാധന എന്ന് പറഞ്ഞ് ദൈവത്തോട് താത്താ ചോദിക്കുന്ന അല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുക്കുന്നതാ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദി കൊടുക്കുന്നതാ. ആ നന്ദി നമുക്ക് കൊടുക്കണമെങ്കിൽ അകത്താരും ഉണ്ടാകണം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അത് ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ആഴമായ ഒരു ദർശനം നമുക്ക് വേണം. അതുകൊണ്ട് എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ ഈ ബൈബിൾ ക്ലാസ് ഇവിടെ നടക്കുമ്പോൾ എടുക്കുമ്പോൾ എൻ്റെ അകത്തെ ഒരു ഒറ്റ ഇന്റൻഷനേ ഉള്ളൂ. അത് ഞാൻ ഒന്നും കൂടെ ചേർത്ത് പറയാം. ഒന്ന്, നമുക്കിവിടെ രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നടപ്പല്ല ദൈവത്തിന് വേണ്ടത്. ഇന്ന് നമ്മൾ എങ്ങനെയാണെന്നുള്ളതാ. ഇന്ന് നമ്മൾ എങ്ങനെയാണെന്നുള്ളതാ. അതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ അതിനെ ഗ്രഹിപ്പാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഈ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. ഈ വചനം നമ്മെ നിലനിർത്തുന്നത്. വചനം കേൾക്കുമ്പോഴേ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളേ പറഞ്ഞതാ, നമുക്കെന്തോ പ്രശ്നം. ആ സമയത്തെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ഉറക്കം. എൻ്റെ അർത്ഥം എന്നറിയോ? മന്ദതയുള്ളവരാ. ഇത് കഴിക്കാത്തിടത്തോളം കാലം, ഇതിനെ ഭക്ഷിക്കാത്തിടത്തോളം കാലം നമ്മൾ വളരത്തില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാ. നമ്മളെ ചൈതന്യീകരിക്കുന്നത്, നമ്മളെ ജീവൻ ലഭിക്കുന്നത്, നമ്മളെ വളർച്ചയിലേക്ക് നടത്തുന്നത് കർത്താവിന്റെ വചനമാണ്. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ എത്ര ബിസി ഷെഡ്യൂൾ ലൈഫാണെങ്കിലും അതിന്റെ നടുവിൽ നിങ്ങൾ കർത്താവിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. എനിക്കറിയത്തില്ല നിങ്ങൾ എങ്ങനെ ദൈവവചനം ധ്യാനിക്കുന്നത്, എനിക്കറിയത്തില്ല. അനുഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്, ഞാൻ ഇതിലേക്കും സമയം പോകുന്നില്ല. വർഷങ്ങളായി ദൈവവചനം വായിച്ച ദൈവമക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ അറിയാം. അവർക്കൊന്നും ഒരു വളർച്ചയും കാണത്തില്ല. ഞാൻ ഒന്നും കൂടെ പറയാം, ദൈവമക്കൾ എന്നുപോലും അവരെ വിളിക്കാൻ കഴിയത്തില്ല. ഇത് ഭക്ഷിക്കാതെ എങ്ങനെ ദൈവവൈതലാകുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കളെ, നിങ്ങൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി മാറണം. ആരാധന വേണം, പാട്ട് വേണം, പ്രാർത്ഥന വേണം. ഞാൻ പറയാ, അതേപോലെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട കർത്താവിന്റെ വചനം. സോളിഡായ കർത്താവിന്റെ വചനത്തിന് നമ്മൾ സമയം കൊടുത്തേ പറ്റൂ. 1.5 മണിക്കൂർ ആരാധനയാണെങ്കിൽ അതിന് മുഖ്യമായ പ്രാധാന്യം ദൈവവചനത്തിന് കൊടുക്കണം. അതിന് ശേഷം മതി ബാക്കിയൊക്കെ. കാരണം നമ്മെ നിലനിർത്തുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കിപ്പം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ അവിടെ വിടും ഇവിടെ വിടും എന്നൊക്കെ പറഞ്ഞാൽ അത് ഇമോഷണലി നമുക്ക് സന്തോഷമാണ്. പക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങളെ നിർത്താൻ നിർത്താൻ കഴിയത്തില്ല. നിങ്ങളെ നിർത്താൻ കഴിയുന്ന ഒന്ന് ഈ കർത്താവിന്റെ വചനത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലേഖകൻ ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തേ മതിയാകുകയുള്ളൂ. സ്തോത്രം. ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ട് നോക്കുക. ഇന്ന് മുതൽ നിങ്ങൾ ദൈവവചന പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ നോക്കിയേ.
നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ആക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനതൊരു പ്രൊഫറ്റിക്കൽ വേർഡ് പോലെ പറയുക. നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആകും, നിങ്ങൾ കാണാൻ തുടങ്ങും. സ്തോത്രം. പ്രത്യേകിച്ച് ഈ വചനത്തിന്റെ യഥാർത്ഥ അർത്ഥങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അന്നേരം ഒരു പാട്ടും വേണ്ട, ആരാധനയും വേണ്ട, ഒന്നും വേണ്ട. കർത്താവിന്റെ വചനമകത്ത് കത്താൻ തുടങ്ങിയാലുണ്ടല്ലോ, അവിടെ ദൈവത്തിന്റെ തീ അടങ്ങാൻ തുടങ്ങിയാലുണ്ടല്ലോ, അവിടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലേഖകൻ പറയുക, നിങ്ങൾ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. പക്ഷെ ഇന്നും എന്ത് ചെയ്തിരിക്കുക? നമുക്ക് വളർച്ച ഉണ്ടാകട്ടെ. ശിശുവിന്റെ അവസ്ഥയൊക്കെ ഒന്ന് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയമായി നമ്മൾ മുന്നേറിയേ പറ്റൂ. ഇത് അന്ത്യകാലഘട്ടമാണ്. അനേകരുടെ വിശ്വാസം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തണുത്തുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വേറിട്ട ദൈവജനമായി മാറട്ടെ. വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവജനമായി മാറട്ടെ. വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ദൈവജനമായി മാറട്ടെ. എനിക്കൊരു കാര്യം നിശ്ചയമായിട്ടുണ്ട്, ഈ ദൈവജനത്തിന്റെ അകത്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ട ദൈവജനം കൃത്യമായി നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവജനം പറയാം, കർത്താവ് ഈ വചനത്തിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നവരായി മാറും. സ്തോത്രം. ഇനി അടുത്തൊരു അപകടം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം. ഇപ്പോൾ നമ്മൾ ദൈവവചനമൊക്കെ പഠിച്ചുകൊണ്ട് ഇരിക്കുക. ബൈബിൾ ക്ലാസ് കഴിയുന്ന പോലെ നമ്മുടെ ബൈബിൾ പഠനവും എന്ത് ചെയ്യരുത്. ഇപ്പൊ നല്ല സീസണാ. ഏത് സീസൺ? 10 ദിവസത്തെ ബൈബിൾ ക്ലാസ്സിന്റെ നമുക്ക് ഭയങ്കര ആവേശമൊക്കെ ആയിരിക്കും. ഇത് കഴിയുന്നതോടെ എന്ത് ചെയ്യരുത്? ഈ ആവേശം എന്ത് ചെയ്യരുത്? ഇത് ആവേശത്തിന്റെ പരിപാടിയല്ല. ഇത് ആവേശം കൊള്ളുന്ന പരിപാടിയല്ല. ഇത് അനുഭവിക്കുന്നതാ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കത്തുന്ന, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കത്തുന്ന ദൈവികമായ പ്രവർത്തനം നിത്യതയോളം എത്തണം. അതിന് ദൈവം സഹായിക്കണം. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡൾനെസ് എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങളുടെ എന്തിനെ പ്രിവെന്റ് ചെയ്യുന്നു? നിങ്ങളുടെ വളർച്ച എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം നോക്കിയേ, അടുത്ത അവസാനത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുകയാണ്, ഡൾനെസ് ഡിസ്ട്രോയ്സ് ഡിസേൺമെന്റ് എന്ന് പറഞ്ഞാൽ മാന്യത വിവേചനത്തെ എന്ത് ചെയ്യുന്നു? ഇല്ലാതെ ആക്കുന്നു. നോക്കിയേ, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പൊ ആർക്കേ നന്മതിന്മകളെ കുറിച്ച് അറിയാൻ കഴിയത്തുള്ളൂ? കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രായം. അപ്പം നിങ്ങൾക്ക് മന്ദത ഉണ്ടായാൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിവേചന വരത്തെ എന്ത് ചെയ്യും? ഇല്ലാതാക്കും. ഇറ്റ് ഡിസ്ട്രോയ്സ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, രാവും പകലും നമ്മൾ ദൈവവചനം വായിച്ചാൽ നമുക്കൊരു കൃപയുണ്ടാകും. എന്താ കൃപയെന്നറിയാമോ? നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കൃപ. ഇന്ന് വിശ്വാസ ലോകത്തെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്നറിയോ? നമ്മളിങ്ങനെ ആടി ഉലയുന്നത് പോലെ. ഒരു പ്രസംഗം കേട്ടു, അത് ശരി. അടുത്ത പ്രസംഗം കേട്ടു, അതും ശരി. ഒരാൾ ആ കാര്യം പറഞ്ഞു, അതും ശരി. ഇയാൾ ഈ കാര്യം പറഞ്ഞു. എന്നെ ഇങ്ങനെ വരുന്നത് കാരണം വിവേചനവരം. അപ്പൊ ഈ നന്മതിന്മകളെ കുറിച്ച് വിവേചനവരം നമുക്കില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് എന്ത് സംഭവിച്ചെന്നാ? നമുക്ക് ഇപ്പോഴും നമ്മൾ എവിടെ കിടക്കുക? സ്റ്റിൽ യു ആർ എ ബേബി. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? വളരാൻ എന്ത് ചെയ്യുന്നില്ല? അവിടെ നിങ്ങൾ നോക്കുക, അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി. ആ ഇന്ദ്രിയങ്ങളുള്ള പദത്തിന് പല അർത്ഥങ്ങൾ അവിടെ പറയുന്നത്. ഓർഗൻ ഓഫ് പെർസെപ്ഷൻ, പെർസ്പെക്റ്റീവ് ഫാക്കൽറ്റി, ഓർഗൻ ഓഫ് സെൻസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു അർത്ഥം എന്ന് പറയുന്നത് മോറൽ ഫീലിംഗ് ടു നോ വാട്ട് ഈസ് റോങ് ആൻഡ് റൈറ്റ് ഇൻ ഗോഡ്സ് ഐസ്. നിങ്ങൾ കേട്ടോ? മോറൽ ഫീലിംഗ് ടു നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ഇൻ ഗോഡ്സ്. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ
ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയുവാനുള്ള ധാർമ്മികമായ ബോധം നമ്മൾ ഉണ്ടാകും. എന്ത് നമ്മൾ ഭക്ഷിക്കാൻ തുടങ്ങിയ? അപ്പം നന്മതിന്മകളെ കുറിച്ചും കർത്താവിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഈ മക്കളും ചേർന്ന് പറഞ്ഞേ. നമ്മൾ എന്തുണ്ടെന്നുള്ളതാ? മന്ദത ഉണ്ടെന്നുള്ളതാ. ശരി ഏതാണ് തെറ്റേതാണ് അത് നമുക്കറിയണമെങ്കിൽ ഒന്നകത്ത് ചെന്നേ പറ്റൂ. ക്രിസ്തുവിന്റെ വചനം അകത്ത് ചെല്ലണം. ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് ആരെന്നാ പറഞ്ഞാലും നമ്മൾ അവരോട് എന്ത് ചെയ്യും? ആരെന്നാ പറഞ്ഞാലും അവരോട് നമ്മൾ എന്ത് ചെയ്യും? കൂടും. കാരണം ഏതാ ശരിയെന്ന് ഏതാ തെറ്റെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളോട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോ പറയുന്നതിന് കാരണം എന്നാ? അവന് പ്രായമായിട്ടില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നും ഇപ്പം അത് മേടിച്ചു കൊടുത്താൽ അതേ അർത്ഥത്തിൽ ലേഖനം ഇവിടെ പറയുന്നത്. ശരി ഏതാ തെറ്റേതാന്ന് അറിയണമെങ്കിൽ എന്തകത്ത് ചെല്ലണം? ദൈവഹിതമല്ലാത്ത ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴേ തെറ്റാണെന്ന് അറിയണമെങ്കിൽ എന്തകത്ത് ചെല്ലണം? ആ ദൈവവചനകത്ത് ചെല്ലണമെന്നേ. ദൈവഹിതമില്ലാത്ത ഒരു കാര്യം കൊണ്ട് വരുമ്പോഴേ അത് ശരിയല്ലെന്ന് അറിയണമെങ്കിൽ എന്ത് ചെല്ലണം? ആ ദൈവവചനകത്ത് ചെല്ലണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ആത്മീയ ലോകം നശിക്കുന്നതിന്റെ കാരണം എന്നാന്ന്? പാട്ടുണ്ട്, ആരാധനയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ എന്താ ആത്മീയ മൂലച്യുതി സംഭവിക്കുന്നത്? എന്തില്ലാഞ്ഞിട്ടാ? നിങ്ങൾ എന്നോട് പിണക്കം തോന്നരുതേ. വചനം പറഞ്ഞതിൻ്റെ പേര് പിണക്കം തോന്നിയാൽ എനിക്കൊന്നുമില്ല. എന്നാലും പറയുക, പിണക്കം തോന്നല്ലേ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇന്ന് പോരാട്ടം, ആ പോരാട്ടം, ഈ വീട് പോരാട്ടം എന്ന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പോരാട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. കാണുന്ന എല്ലാത്തിനും നമുക്ക് എന്താ? ആ പോരാട്ടം. ഒരു പകുതി പോരാട്ടം തീരും യഥാർത്ഥത്തിൽ ദൈവവചനകത്തുണ്ടെങ്കിൽ. പോരാട്ടം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവവചനം വളരെ വ്യക്തമായി പറയും നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല. അപ്പൊ പോരടിക്കുന്നതിന്റെ മേലുള്ള ആത്മാവ് എന്തുവാ? നിങ്ങൾ തന്നെ പറഞ്ഞു. പോരടിക്കുന്നതിന് മേലുള്ള ആത്മാവ് എന്താ? എന്നെ നിങ്ങളൊന്നും പറയാത്തെ. നമുക്ക് പോരാട്ടമുള്ളത് പിന്നെ ആരോടാ? വാഴ്ചകളോടും. അപ്പം ജഡരക്തരോട് പോരാട്ടം അടിക്കുന്നതിൽ നമ്മുടെ ആത്മാവ് ഏതാത്മാവല്ല. അയ്യോ അതെന്നെ നിങ്ങളൊന്നും ഉറക്കെ പറയാത്ത എന്നാ? നമ്മുടെ ആത്മാവ് ഏതല്ല? സ്തോത്രം, സ്തോത്രം. ഈ പോരാട്ടം ആദ്യം നിൽക്കണമെങ്കിൽ ദൈവത്തിനകത്ത് ചെല്ലണം. ഏത് പോരാട്ടം? ജഡത്തിലുള്ള ജഡരക്തത്തിലുള്ള പോരാട്ടം നിൽക്കണമെങ്കിൽ. കാരണം നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ദൈവമക്കളെ, ദൈവവചനം അകത്ത് ചെന്നാൽ പകുതി പോരാട്ടം തീരും. കാരണം നമുക്കൊരു കാര്യം മനസ്സിലാവും, ഏതാണ് ശരിയെന്നും ഏതിനാണ് നമ്മൾ കൂട്ടു നിൽക്കേണ്ടതെന്നും ഏതിനാണ് കൂട്ടുകൂടേണ്ടതെന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യും? യഥാർത്ഥമായൊരു വിവേചനം വരെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഞാൻ കരുട്ട് ദൈവജനത്തോട് പറയുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ആത്മീയ ലോകത്തിൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായൊരു വിവേചനം വരെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പല ഇന്റൻഷനും ശരിയല്ല, പക്ഷെ പുറത്തു നിന്ന് നമ്മെ പലപ്പോഴും ആ അതിനകത്തേക്ക് ആക്കാൻ നമ്മെ ശ്രമിക്കാറുണ്ട്. ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്റൻഷൻ എന്താന്ന് ഡിസൈൻ ചെയ്യാനുള്ള ദൈവത്തിന്റെ കൃപ എൻ്റെ അകത്ത് വരണം. സ്തോത്രം. കൃത്യമായ ദൈവഹിതമല്ലാത്ത ഇന്റൻഷന് കൂട്ടുകൂടാതിരിക്കാനുള്ള ഒരു വിവേചനം എനിക്ക് തരണം. അതാ ഇന്ന് രാത്രി നമുക്ക് വേണ്ടത്.
അങ്ങനെ ഒരു വിവേചന വരം നമുക്ക് അകത്ത് വേണമെങ്കിൽ ദൈവവചനം നമ്മുടെ അകത്ത് കയറണം. വളർച്ച ഉണ്ടായേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ലേഖനോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഐസിൽ എന്താണ് റൈറ്റ് എന്ന് റോങ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ആരല്ലാതായിരിക്കണം? മന്ദതയുള്ളവരല്ല. അല്ലാതെ എന്ത് ചെയ്യണം? ലേഖൻ പറയുന്നത് നോക്കി, എനിക്കിതൊക്കെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്, പറയാൻ വളരെ ആഗ്രഹമാണ്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല, ഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ഞങ്ങൾക്ക് ദൈവദാസന്മാർക്ക് ഫീൽ ചെയ്യുന്ന കാരണം ചില സമയത്ത് പ്രസംഗിച്ച നേരെ തിരിച്ച് ഇങ്ങോട്ടും അടിക്കുക. എന്നാ കാരണം എന്നറിയോ? ഇതെന്ത് ചെയ്യുന്നില്ല, റിസീവ് ചെയ്യുന്നില്ല. റിസീവ് ചെയ്യാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? പലപ്പോഴും നമുക്ക് എന്താ, മന്ദതയാ. ഇന്ന് രാത്രിയിൽ ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിനെ എത്ര പേർ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു വളർച്ച എനിക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ല? ഇന്ന് രാത്രി ഒന്ന് ചോദിക്കാൻ എത്ര പേർക്ക് കഴിയും? നിങ്ങൾ ഈ വചനത്തോട് മത്സരിക്കാതെ, അതിനോട് എതിർത്ത് നിൽക്കാതെ, എന്നോടല്ല മറ്റൊരാളാണെന്ന് പറയാതെ കർത്താവിനോടൊന്ന് ചോദിക്കാം, ദൈവമേ, ഞാൻ വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആ നന്മതിന്മകളെ കുറിച്ചൊന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കൊന്ന് വിവേചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രി കർത്താവിനോട് പറയില്ല എങ്കിൽ, കർത്താവ് അങ്ങനെ ഒരു കൃപ എൻ്റെ മേൽ പകരണം. ശരി ഏതാണ് തെറ്റേതാണെന്ന് അറിയാനുള്ള ഒരു വിവേചനം എൻ്റെ മേൽ പകരണം. അപ്പോൾ മന്ദത നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ലേഖനോട് പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്ത് ചെയ്യും? ഗ്രഹണ ശക്തിയെ കുറയ്ക്കും. 2, നിങ്ങളുടെ വളർച്ച എന്ത് ചെയ്യും? ഇല്ലാതാക്കും. 3-ാമത്തെ കാര്യം പറയുകയാണ്, നന്മ തിന്മകളെ കുറിച്ച് അറിയുവാനുള്ള ശക്തി എന്ത് ചെയ്യും? നിങ്ങൾക്ക് നശിക്കും. ഇന്ന് രാത്രി ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന്, ഗ്രഹണശക്തി എന്ത് ചെയ്യണം? റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. 2, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകണം. 3, നമുക്കൊരു നല്ലൊരു ഡിസേൺമെന്റ് വേണം. ഇത് 3 ഉണ്ടാകാൻ വേറെ ഒരു മാർഗവും ഇല്ല. ദൈവവചനകത്തി എന്നാൽ മതി. ദൈവവചനകത്തി എന്നാൽ മതി. വേണ്ടുന്ന പോലെ ദൈവവചനകത്തി എന്നാൽ വളരും, വളരും. ഞാനിവിടെ ഓർപ്പിച്ചൊരു മറ്റൊരു പദമുണ്ട്, ഞാനിവിടെ ഒന്നുകൂടെ ഓർപ്പിക്കാം. വചനമില്ലാതിരുന്ന ജനം എന്ത് ചെയ്തു? മര്യാദ എന്ത് ചെയ്തു? അപ്പോൾ ദൈവജനം മര്യാദയ്ക്ക് നടക്കണമെങ്കിൽ ദൈവജനത്തെ റൈറ്റായിട്ട് പാതയിൽ കൊണ്ടുപോകുന്നത് മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനമാണ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാ, ആ വചനത്തിന്റെ ശക്തിയാണ് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വാക്കുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എൻ്റെ ഭാഷയ്ക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ ഇന്നെന്തെങ്കിലും ഇവിടെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊന്നിന് മാത്രമേ കഴിയത്തുള്ളൂ, അത് കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധി പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി എൻ്റെ മേൽ വ്യാപരിച്ചു തുടങ്ങണം. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി ആഴമായി എൻ്റെ ഹൃദയത്തിൽ വ്യാപരിച്ചു തുടങ്ങണം. സകല ദുഷ്ട ചിന്തകളെയും ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിൽ ഉരുകിപ്പോകാൻ, സകല ദുഷ്ട ഇന്റൻഷനുകളും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാതാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി ഹൃദയത്തിന്റെ അകത്തേക്ക് വ്യാപരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോട് പറ, എന്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ ശുദ്ധീകരിക്കണം. ശതര രഗല വിമന രഗലഗടഗതിയാനക. വചനം വചനമായി വെളിപ്പെടട്ടെ ഇന്ന് രാത്രി. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. നന്മയ്ക്ക് ഒരു അടയാളം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചെയ്യട്ടെ. അവിടെ കൊണ്ട് ലേഖനം അവസാനിപ്പിക്കുന്നില്ല ആ ഭാഗം.
6-ാം അധ്യായത്തിൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഞാൻ അതിനൊന്ന് തുടക്കമിട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 6-ാം അധ്യായത്തിൽ എന്നിട്ട് പറയുക, ഇന്ദ്രിയങ്ങളുമുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയാം. അതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പറയുക, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള, ഇനി നിങ്ങൾ നോക്കണമേ, നമ്മളെല്ലാം PhD കഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാം. ഏതൊക്കെയാണെന്നറിയാമോ? നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. 2, ദൈവത്തിങ്കിലുള്ള വിശ്വാസം. 3, സ്നാനങ്ങളെ കുറിച്ചുള്ള. 4, കൈവപ്പ്. 5, മരിച്ചവരുടെ. 6, നിത്യ എന്നിങ്ങനെയുള്ള, എന്തെഴുതിയിരിക്കുന്നത്? എന്നിങ്ങനെയുള്ള. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായി. അപ്പൊ നമ്മുടെ ചിന്ത എന്താ? നമ്മുടെ ചിന്ത എന്താ? എല്ലാം തികഞ്ഞു. പക്ഷെ ലേഖൻ പറയുന്ന പദം നോക്കിക്കേ, ഈ കാര്യങ്ങളൊക്കെ എന്താ? അയ്യോ, എലമെന്ററി തിങ്സ് ആണ്. മാനസാന്തരം നമുക്ക് കിട്ടിയെന്ന് നമുക്കറിയാം, രക്ഷ പ്രാപിച്ചെന്ന് നമുക്കറിയാം, സ്നാനപ്പെട്ടെന്നറിയാം. ഇതൊക്കെ നമുക്ക്. അപ്പം നമ്മുടെ വിചാരം നമ്മൾ എന്ത് ചെയ്തു? ഇല്ല. പക്ഷെ ലേഖൻ പറയുക, എന്നിങ്ങനെയുള്ള അടിസ്ഥാനം അടിസ്ഥാനം പിന്നെ ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താ? എലമെന്ററി ആന്നേ. ഇത്രയും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, ഇത്രയും നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മളെല്ലാം, കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ABCD ആയതേ ഉള്ളെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി കടക്കുക. എന്നിട്ട് ലേഖൻ പറയുകയാണ്, ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി എന്ത് ചെയ്യണം? പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് 3-ാം വാക്യത്തിൽ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് നോക്കി. ഞാൻ പറയുക, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അതെന്ത് ചെയ്യും? സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറണം. എങ്ങനെ മാറണ്ടെന്നറിയാമോ? നമ്മുടെ ചിന്ത എന്താ? ഈ കാര്യം എല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്കെല്ലാം എന്ത് ചെയ്തിരിക്കുക. പക്ഷെ ലേഖൻ പറയുക, ഇതൊക്കെ ജസ്റ്റ് ഒരു എലമെന്ററി മാത്രം, അടിസ്ഥാനം മാത്രമാണ്. നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ഗോൾ എന്താണെന്നറിയാമോ? നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ഗോൾ എന്താണെന്നറിയാമോ? പരിജ്ഞാന പൂർത്തിയിലേക്ക് നമ്മൾ ചെല്ലണം. നമ്മളെ വിളിച്ചേക്കുന്ന ഗോൾ എന്താണ്? പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. ആ പരിജ്ഞാന പൂർത്തി എന്തെന്ന് ഞാൻ നാളെ ദൈവജനത്തിൽ ഉറപ്പിക്കാം. ഇന്ന് രാത്രി ദൈവമക്കളെ, അവിടെ ലേഖൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, നമ്മുടെ വളർച്ച മുരടിച്ചു പോകരുത്. നമ്മൾ വളരണം, ദിനംതോറും വളരണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച്, കർത്താവേ, വളരാനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എനിക്ക് വർഷങ്ങളുടെ പാരമ്പര്യം പറയാനുണ്ട്. വർഷങ്ങളായി ഞാൻ ദൈവസന്നിധി വന്നിട്ടെന്ന് എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഇന്നും എനിക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവേ, എന്നെ ആ വളർച്ചയിലേക്ക് നയിക്കണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? ആ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ നടയട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളെയും വചനത്തോട് മത്സരിക്കരുത്, മറുതലിക്കരുത്. പക്ഷെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ അതിനായി സമർപ്പിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ആഴത്തിൽ നിന്ന് പകർന്നേ. ആത്മാർത്ഥമായി ഒന്ന് പകർന്നേ. ആത്മാർത്ഥമായി ഒന്ന് പകർന്നേ. എല്ലാ ആദരങ്ങളും ദൈവസന്നിധിയിൽ തുറന്നേ. വായികളെ ദൈവസന്നിധിയിൽ തുറന്ന്